ഇത് നമ്മുടെ റിലാക്സ് ഏരിയ ആണ് അല്ലേ? ജസ്റ്റ് ജിമ്മൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് ഒരു ബാത്തൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ. പിന്നെ നമ്മുടെ വീട് ഫുള്ള് സെൻട്രലൈസ്ഡ് AC ചെയ്തിട്ടുണ്ടല്ലേ? ഇതിൽ 90% സെൻട്രലൈസ്ഡ് ആണ്. ഫ്രീ വേസീസ് മാത്രമേ ഉള്ളൂ നമ്മുടെ യൂണിറ്റ് AC. അപ്പൊ അത് മാത്രമല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ള സമയത്ത് പിന്നെ കൂടുതലായിട്ടും ചൂടും കൂടി വരികയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ടെമ്പറേച്ചർ എപ്പോഴും ഉണ്ടല്ലോ നമുക്ക്. പിന്നെ നമ്മളാണെങ്കിൽ പുറമെ ആയതുകൊണ്ട് പിന്നെ മാത്രമല്ല നമുക്ക് ഈ ബിൽഡിംഗിൽ ജനറേറ്റർ ബാക്കപ്പ് ഉണ്ട്. 40 kV ജനറേറ്റർ. അപ്പൊ പിന്നെ പവർ എന്ന് പറയുന്ന ഇനി എപ്പോഴെങ്കിലും പവർ കട്ടായാലും രാത്രി ഉറങ്ങാൻ നമുക്ക് പ്രശ്നമില്ല. അപ്പൊ ഫുൾ AC എല്ലാം അതിൽ തന്നെ വർക്ക് ചെയ്യും. സോളാർ ഉണ്ട്, പക്ഷെ സോളാർ എന്ന് പറയുന്ന അതിന്റെ ഗ്രിഡ്, അതിന്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് പോകല്ലേ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ജനറേറ്ററുണ്ട്, പിന്നെ ഇതുകൊണ്ട് UPS ഉണ്ട് 220 kV. പക്ഷെ അതൊന്നും നമുക്ക് AC ഓടിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഫാനും ലൈറ്റ് മാത്രമേ. പക്ഷേ AC ഓടിക്കുന്നില്ല, പ്രത്യേകിച്ച് രാത്രിയൊക്കെ നല്ല ചൂടുണ്ടാകുമ്പോൾ പവർ ബാക്കപ്പ് ആവശ്യമില്ല. ചില സമയത്തൊക്കെ പവർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പോകുമല്ലോ. അപ്പോൾ അതിന്റെ ബേസിസിൽ കണ്ടു. കിർലോസ്കറിന്റെ ജനറേറ്റർ